പ്രതിയെ മരണം വരെ തൂക്കിലേറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഇറങ്ങി കൺഫേം ചെയ്യണം പ്രതി മരിച്ചു എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കെട്ട് അഴിച്ച് പ്രതിയെ താഴെ ഇറക്കുകയുള്ളൂ. ഇത് ജയിലല്ല, ജയിൽ വകുപ്പിന്റെ ഒരു സ്റ്റോളാണ്. എന്റെ കേരളം വിപണന മേളയിൽ ജയിൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്ന സ്റ്റോളാണ്. കൃത്യമായി ജയിലിന്റെ മാതൃകയാണ്. പലപ്പോഴും ഈ ജയിലിനകത്ത് എന്താണ്, എങ്ങനെയാണ് ജയിൽ എന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് ജയിൽ എന്നറിയാനുള്ള ഒരു കൗതുകം അത് എല്ലാവർക്കും ഉണ്ടാവും. ഇതിപ്പോ എന്താ ഇവിടെ വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ ഉൾഭാഗമാണ്. അത് പൊതുജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള സെല്ല് എങ്ങനെയാണെന്നുള്ളതും കാണിച്ചു കൊടുക്കണം. പിന്നെ അത് അന്തേവാസിയിലുണ്ടാക്കിയ കരകൗശല ഉൽപ്പന്നങ്ങളാണ്, അതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ്. വിയ്യൂർ ജയിലാണല്ലേ? വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ ഉൾവശമാണ്. അതിന്റെ ഒരു മിനിയേച്ചറാണ്. ഇതായത് 1914 ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഓടിട്ട വരകളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചാണ്. അത് 100 വർഷം പഴക്കമുള്ളതാണ്. ഇത് ഒരു ബ്ലോക്കിൽ 44 സെല്ലുണ്ട്. അതിലൊരു സെല്ലിന്റെ മാതൃകയാണ് അത്. ആ സെല്ലിൽ ഒരു അന്തേവാസിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജയിലിനകത്തെ സെല്ല് എങ്ങനെയാണെന്ന് കൂടി കാണാം. ഇതാണല്ലേ ഇപ്പൊ ഒരു സെല്ലിന്റെ മാതൃക. നമുക്ക് അകത്തേക്ക് കയറാം. ഇതിപ്പോ ഒരാൾക്ക് എങ്ങനെ ഒരാൾ പാർക്കുന്ന ജയിലാണോ? ഒരാൾ പാർക്കുന്നതുണ്ട്, 2 പേര് കിടക്കുന്ന സെല്ലുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒരെണ്ണത്തിന്റെ ചെറിയ മാതൃക നമ്മളോട് സെറ്റ് ചെയ്തേക്കണം. ഒരു ആൾക്ക് കൊടുക്കുക. ഒരാൾ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്ക് പായ ഒരെണ്ണം കൊടുക്കും, ഒരു ജംകാളം, പിന്നെ ആളുടെ ഡ്രസ്സുകൾ, അതേപോലെ പാത്രം ഉണ്ടാവും, ഒരു വെള്ളത്തിനൊരു മുന്തയും ഒരു ഗ്ലാസ് കൊടുക്കും. അപ്പൊ അതിന്റെ ഒക്കെ ഒരു മാതൃകയാണ് നമ്മള്. താമസിക്കാവുന്ന സെല്ലാണ് ഇതിപ്പോ ഒരാൾക്ക് താമസിക്കാവുന്ന സെല്ലാണ്. പിന്നെ അതുപോലെ ഇതിലും വീതിയും നീളം കൂടിയ സെല്ലുകളുണ്ട്. അപ്പൊ അതില് ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് മാറ്റും. ആളുകൾ അവരെ സാധാരണ ഒരു സെല്ലിൽ പാർപ്പിക്കാറുണ്ട്. വലിയ സെല്ലുകളാണെങ്കിൽ ഇത്രയുള്ള സെല്ലിൽ 1-2 പേര് ഉണ്ടാവുള്ളൂ. പിന്നെ വീതി നീളം കൂടിയ സെല്ലുകളുണ്ട്. അതിന് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ട് അതിലൊരു 4 പേര്, 5 പേര്, 6 പേരൊക്കെ താമസിക്കുന്ന സെല്ലുകളുണ്ട്. സ്വഭാവം രീതി എല്ലാം നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഒന്നിച്ച് പാർപ്പിക്കുക അല്ലെ? ഇത് പാർപ്പിക്കുന്നത് ഓരോ കാറ്റഗറി ഉള്ള ആൾക്കാർ നമ്മൾ ജയിലിൽ വരുമ്പോൾ തിരിച്ചിട്ടുണ്ടാവും. മാനസിക രോഗിയോ ആയിട്ടുള്ള മെന്റൽ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ നമ്മൾ വേറെ പാർപ്പിക്കും. അതേപോലെ ഓരോ സ്വഭാവം ഓരോ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ഒരു സെല്ലിലായിട്ട് പാർപ്പിക്കും. എന്തായാലും ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് എങ്ങനെയാണ്, ആ ശിക്ഷാവിധി നടപ്പാക്കുന്നത് എങ്ങനെയാണ്, അതുകൂടി നമുക്ക് കാണാം. ഇതാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന രീതി. ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിലെ കഴുമരത്തിന്റെ എക്സാക്ട് മാതൃകയാണിത്. നിലവിൽ നമുക്ക് തൂക്കുമരം നിലവിലുള്ള ട്രിവാൻഡ്രം സെൻട്രൽ ജയിലുണ്ട്, കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്. ഇത് ട്രിവാൻഡ്രത്തിന്റെ എക്സാക്ട് മാതൃകയാണ്. വർക്കിംഗ് ഇങ്ങനെ തന്നെയാണ്. നമ്മളൊരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അവസാന വിധി വന്നതിന് ശേഷം ഇത് നടത്തുന്ന ദിവസമില്ല, ഇവിടെ സൂപ്പറിനുണ്ടാവും, മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, ഒരു മജിസ്ട്രേറ്റ് ഉണ്ടാവും. ഈ 3 പേരുടെ പ്രസൻസിൽ ആരാച്ചാർന്നാണ് ഈ കാര്യം ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഈ പ്രതിയുടെ കൈകൾ തമ്മിൽ പുറകിൽ ബന്ധിച്ചിരിക്കും, പ്രതിയുടെ കാലുകൾ തമ്മിൽ ബന്ധിച്ചിരിക്കും, പ്രതിയുടെ മുഖം കറുത്ത തുണിയോടെ മറച്ചിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ശിക്ഷ നടപ്പിലാക്കുക. ഇവിടെ ആരാച്ചാർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സൂപ്രണ്ടിന്റെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൽ ഡേറ്റ് ഉണ്ടാവും. അന്നേ ദിവസം രാവിലെ ഈ ലിവർ പ്രസ് ചെയ്യുന്നതോടെ പ്ലാറ്റ്ഫോം താഴേക്ക് പോവുകയും പ്രതി ഹാങ് ആവുകയും ചെയ്യും. നിലവിലെ ശിക്ഷാരീതി എന്ന് പറഞ്ഞാൽ പ്രതിയെ മരണം വരെ തൂക്കിലേറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഇറങ്ങി കൺഫേം ചെയ്യണം പ്രതി മരിച്ചു എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കെട്ട് അഴിച്ച് പ്രതിയെ താഴെ ഇറക്കുകയുള്ളൂ. നിലവിൽ കേരളത്തിൽ അവസാനത്തിൽ 91 റിപ്പർ ചന്ദ്രനെയാണ് നമ്മൾ തൂക്കിലേറ്റിയിരിക്കുന്നത്. അതിനുശേഷം കേരളത്തിൽ ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ചില സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ ഇതിന് ശേഷം, അതായത് തൂക്കിലേറ്റിയതിനു ശേഷം മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ അങ്ങനെ തിരിച്ചു വരുന്ന കണ്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല. ഇപ്പൊ നിലവിലെ ശിക്ഷാരീതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇറർ വന്നാൽ, ഇപ്പം നിലവിൽ ഇപ്പം വരാൻ സാധ്യതയില്ല, എന്തെങ്കിലും കയറ് പൊട്ടുമോ അങ്ങനെ എന്തെങ്കിലും ഇറർ വന്നു കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് ജയിലിലെ ഉത്തരവാദിത്തം. ശിക്ഷ വിധിക്കുന്ന കോടതിയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ എന്തെങ്കിലും മെക്കാനിക്കൽ എറർ വഴി നടന്നില്ലെങ്കിൽ വീണ്ടും തൂക്കിലേറ്റുക എന്ന് തന്നെയാണ് നിലവിലുള്ള രീതി. വലിയ അറിവ് സമ്മാനിക്കുന്നതാണ് ജയിൽ വകുപ്പിന്റെ ഈ സ്റ്റോൾ എന്ന് പറയുന്നത്. നിരവധി ആളുകളാണ് ഇവിടെ ഈ ജയിൽ വകുപ്പിന്റെ ഈ പ്രദർശനം കാണുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ വന്ന് പോകുന്നുണ്ട്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് 24.